കേളോത്ത് ശ്രീ ഭദ്രകാളിക്കാവിലെ പ്രതിഷ്ഠാദിന വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കേളോത്ത് ഗ്രാമത്തിലെ മുതിർന്ന ഗുരുജനങ്ങളെ ഗുരുവന്ദനം എന്ന ചടങ്ങിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് പൊന്നാടയും മൊമെന്റോയും മധുര പലഹാരവും നൽകി ആദരിച്ചു. ആദരിക്കൽ ചടങ്ങ് 3-ാം മൈൽ ശങ്കരമഠം സ്വാമി ശ്രീ ധർമ്മചൈതന്യ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കേളോത്ത് ശ്രീ ഭദ്രകാളിക്കാവിലെ പ്രതിഷ്ഠാദിന വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേളോത്ത് ഗ്രാമത്തിലെ മുതിർന്ന ഗുരുജനങ്ങളെ ഗുരുവന്ദനം എന്ന ചടങ്ങിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് പൊന്നാടയും മൊമെന്റോയും മധുര പലഹാരവും നൽകി ആദരിച്ചു. ആദരിക്കൽ ചടങ്ങ് 3-ാം മൈൽ ശങ്കരമഠം സ്വാമി ശ്രീ ധർമ്മചൈതന്യ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ വളർത്തിയുള്ള ആളുകളെ മറക്കുന്ന ഒരു സമീപനം കാണുന്നുള്ളൂ. അതേസമയത്ത് ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളിൽ ഈ ഒരു സമീപനം നമ്മൾ കാണുന്നില്ല. അതിന് കാരണം എന്തെന്ന് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. വേണ്ട തരത്തിലുള്ള മതപഠനം, മതം എന്ന് പറയുന്ന സമയത്ത് സനാതന ധർമ്മത്തെ സംബന്ധിച്ച് മതമല്ല, അതൊരു സംസ്കാരമാണ്. മറ്റേത് സെമിറ്റിക് മതങ്ങളാണ്. എങ്കിലും നമ്മളെ സംബന്ധിച്ച് ധർമ്മ പഠനം എന്നുള്ള ഒന്ന് ഇല്ല എന്നുള്ളതാണ് ഇതിനുള്ള കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് വളരെ ചിട്ടയോടുകൂടി നിത്യേന മദ്രസ പഠനവും എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ സ്കൂളിലൂടെ അവരുടേതായുള്ള മതപഠനത്തിലൂടെ ഈ ഒരു ധാർമ്മിക മൂല്യങ്ങളെ അവർ പകർന്നു കൊടുക്കുന്നു. നേരെ മറിച്ച് ഹിന്ദുവിനെ സംബന്ധിച്ചിട്ട് നമുക്കിതില്ല. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്ര സങ്കേതത്തിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധർമ്മ പഠനം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അതുകൊണ്ട് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ പഠനങ്ങള് പറഞ്ഞ് വേദം പഠിക്കുക എന്നുള്ളതിനെ പെട്ടെന്ന് സാധിച്ചു വരില്ല. ചടങ്ങിൽ നാട്ടുകാരനും നിരവധി ഭക്തിഗാനങ്ങൾ തയ്യാറാക്കി ശ്രദ്ധേയനുമായ ഡിവൈഎസ്പി ടി ഉത്തംദാസ് മുഖ്യപ്രഭാഷണം നടത്തി. വിശിഷ്ട വ്യക്തികളായ കേളോത്ത് ശ്രീ ഭദ്രകാളിക്കാവ് തന്ത്രി വിഷ്ണു കുണ്ടലായർ, മഹാവിഷ്ണു ക്ഷേത്രം മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി, രോഹിണി തുളസീദാസൻ ഭട്ടതിരി, വാദ്യകലാകാരൻ കടന്നപ്പള്ളി സുധാകരൻ മാരാർ എന്നിവരെ പ്രത്യേകമായി ആദരിച്ച ചടങ്ങിൽ കേളോത്ത് ഗ്രാമത്തിലെ 60-ലധികം മുതിർന്ന വ്യക്തികളും നാടിന്റെ ആദരവ് ഏറ്റുവാങ്ങി. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ഭദ്രകാളിക്കാവ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ എ രാജു മാസ്റ്റർ സ്വാഗതവും ഭരണസമിതി പ്രസിഡന്റ് ടി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഭരണസമിതി മുൻ പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ, മാതൃസമിതി അംഗങ്ങളായ സതി കരുണാകരൻ, ലീല കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശ്രീ കേളോത്ത് കാവലമ്മ ആധ്യാത്മിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഗുരുവന്ദനം ചടങ്ങ് സംഘാടനവും ജനപങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയമായി. മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന ഇത്തരം ചടങ്ങുകൾ പുതുതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം മഹത്തരമാണെന്നും സംഘാടകരെയും ആഘോഷ കമ്മിറ്റിയെയും അഭിനന്ദിച്ച് സംസാരിച്ചുകൊണ്ട് നടത്തിയ അനുഗ്രഹ ഭാഷണത്തിൽ ഉദ്ഘാടകനായ സ്വാമി ധർമ്മചൈതന്യ പറഞ്ഞു. ചടങ്ങിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.